പൊതുഗതാഗത ബസ്സുകളിൽ ഫ്രീ ആക്കി കൊടുത്ത് വോട്ടുകൾ നേടുക എന്നുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ്. തമിഴ്നാട്ടിൽ ഈ സംവിധാനമുണ്ട്, കർണാടകയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, ആന്ധ്രാപ്രദേശിലും, ഡൽഹിയിലുണ്ട്, പിന്നെ രാജസ്ഥാനിൽ എല്ലായിടത്തും ആരൊക്കെയോ ഫ്രീ കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം സർക്കാരിന് റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു തന്ത്രമായിട്ടാണ് ഇപ്പോൾ UDFിൻ്റെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് അതുപോലെ വോട്ട് മേടിക്കുവാനാണ് ഇപ്പോൾ UDFിൻ്റെ ഒരു നയപരമായ ഒരു തീരുമാനം അവരെടുത്തിരിക്കുന്നത്. പ്രകടന പത്രികയിൽ അത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ KSRTC ബസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTCയുടെ കയ്യിൽ 4000 ബസ്സുണ്ടെങ്കിലും അതിൽ ഓർഡിനറി സർവീസായിട്ട് ഓടുന്നത് 1000 ചില്ലാൻ ബസ്സുകളാണ്. അപ്പോൾ ആ 1000 ചില്ലാൻ ബസ്സുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായിട്ട് ഒരു സൗജന്യം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. പക്ഷേ 7000 ബസ്സുകൾ ഓർഡിനറിയിൽ പ്രൈവറ്റ് മേഖലയിലുണ്ട്. അപ്പോൾ പ്രൈവറ്റ് മേഖലയിലും കൂടി ഇത് ബാധകമാക്കുകയാണെങ്കിൽ ഓൾ കേരള ഇത് ബാധകമാക്കാൻ പറ്റും. ഇപ്പോൾ LDF ഇപ്പോൾ പരിഗണിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കും കൂടി വ്യാപകമായിട്ട് സൗജന്യം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ അത് സംബന്ധിച്ചൊരു വാർത്തയും കണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ വാട്ടർ സെക്ടറിനെ ഒഴിവാക്കുന്നത്? SWTDയിൽ ഒരു ദിവസം 35,000 പേര് യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ പകുതി കൂടുതൽ സ്ത്രീകളായിരിക്കും. അതുപോലെ തന്നെ കൊച്ചിയിലാണെങ്കിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുന്ന വാട്ടർ മെട്രോ, അതിപ്പോൾ അതിൻ്റെ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് ആരും അത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ അവിടെയും ഈ സൗജന്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് വോട്ടും കിട്ടും, ജനങ്ങൾക്ക് ഉപകാരവും കിട്ടും. അപ്പോൾ ഇത് സർക്കാർ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി പരിഗണിക്കേണ്ടതാണ്.